നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ കൗൺസിലിംഗ് ടോക്കിൽ പറയുവാനായി പോവുക. ആത്മഹത്യ ഇന്നത്തെ സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ, പ്രണയ നൈരാശ്യമുണ്ടാകുമ്പോൾ, പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയമുണ്ടാകുമ്പോൾ, ജീവിതത്തിൽ മാനക്കേട് ഉണ്ടായി എന്ന് തോന്നുമ്പോൾ, ജീവിതത്തിൽ കടഭാരം വർദ്ധിച്ചു എന്ന് തോന്നുമ്പോൾ നിറയെ ആൾക്കാർ വിചാരിക്കുന്നത് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കാമെന്നാണ്. എന്നാൽ അത് ഒരു പരിഹാരം അല്ല. ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ആത്മഹത്യ. എങ്കിലും പലപ്പോഴും മനുഷ്യരെക്കുറിച്ച് പറയുന്ന പഠനങ്ങളിൽ ഒന്ന്, ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാത്ത ആരുമില്ല എന്നാണ്. അപ്പോൾ ജീവിതത്തിൽ അങ്ങനെയുള്ള ചിന്തകൾ ഒരുപക്ഷെ നിരാശയുടെ അങ്ങേയറ്റത്ത് എത്തുമ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായി എന്ന് വന്നേക്കാം. നമ്മുടെ ചുറ്റുപാടുകളിൽ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടു എന്ന് വന്നേക്കാം. എന്നാൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ചിലപ്പോഴെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് നീ പോയി ചത്തുകള, തൂങ്ങിച്ചാകട, ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോ എന്നൊക്കെയുള്ള വാക്കുകൾ. മറ്റേ ആളിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ആഴമേറിയ മുറിവുകൾ എത്രയാണ് എന്ന് പലപ്പോഴും നമുക്കറിഞ്ഞുകൂടാ. നമ്മുടെ വാക്കുകൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടാക്കും, ബുദ്ധിമുട്ടുകളുണ്ടാക്കും. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്തുമ്പോൾ തന്നെ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് സൗഖ്യം വരുത്തുവാനും സാധിക്കും. ആത്മഹത്യയുടെ മുൻപിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതുമായുള്ള ചിന്തയുടെ ആഴങ്ങളിലേക്ക് പോകുന്ന ആളുകളുടെ ജീവിതത്തെ തിരിച്ചു വിളിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുവാൻ, അവരുടെ ജീവിതത്തിൽ പുതിയൊരു വഴിത്താരം ഒരുക്കുവാൻ നിങ്ങളുടെ വാക്കുകൾക്ക് കഴിയും. എങ്ങനെയാണ് ഇങ്ങനെയുള്ള സാധ്യതയുള്ള ആളുകളെ കണ്ടെത്തുക? നമ്മുടെ ചുറ്റുപാടും അങ്ങനെയുള്ള ഒരുപാട് പേർ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ വാക്കുകൾ അവരുടെ ജീവിതത്തെ മാറ്റും. ഒന്നാമത് ഇത്തരത്തിലുള്ള ചിന്തയുടെ തുടക്കമെന്ന് പറയുന്നത് എനിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്ന തോന്നലാണ്. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കാരുമില്ല, എൻ്റെ ജീവിതത്തിൽ ആരുമില്ല. ബന്ധുക്കളുണ്ട്, ചാർച്ചക്കാരുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷേ എങ്കിലും ഉള്ളിൽ അനുഭവപ്പെടുന്ന ഫീലിംഗ് എന്താണ് എന്ന് പറഞ്ഞാൽ, ഉള്ളിൽ അനുഭവപ്പെടുന്ന വികാരം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കാരുമില്ല. അങ്ങനെ പറയുകയും ചെയ്യും. മറ്റൊരു വാക്കാണ് ഞാൻ ഈ ഭൂമിയിൽ ഭാരമാണ്. ഞാൻ ഈ ഭൂമിയിൽ ഭാരമായി, കുടുംബത്തിന് ഭാരമായി, ചുറ്റുപാടുമുള്ളവർക്ക് ഭാരമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ചിന്ത രൂഢമൂലമായിരിക്കും. അടുത്ത ചിന്തകളിൽ ഒന്ന് എന്ന് പറയുന്നത് വിഡ്രോവലാണ്. പിറകോട്ട് പിന്നിലേക്ക് വലിഞ്ഞു പോകുന്ന ഒരു സ്വഭാവം, ഉൾവലിയുന്ന സ്വഭാവം എന്ന് നമുക്ക് പറയാം. ഡിപ്രഷൻ്റെ അങ്ങേയറ്റത്തിൽ നമുക്ക് ഈ സ്വഭാവം കാണുവാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിൽ നിന്നും, പൊതുമണ്ഡലങ്ങളിൽ നിന്നും, ജീവിതത്തിൻ്റെ പൊതുമേഖലകളിൽ നിന്നും പിന്നിലേക്ക് പോകുന്ന ഒരു സ്വഭാവം, ഇത്തരത്തിലുള്ള ചിന്തകൾ കൂടുതലായി, ആത്മഹത്യ പ്രവണത കൂടുമ്പോൾ ചിന്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു രീതി എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങളെ വിട്ടൊഴിയുവാൻ. ഇത് എനിക്ക് ആവശ്യമില്ല. സാധാരണയായിട്ട് ചില ആൾക്കാർ അവരുടെ വൈകാരികമായി ബന്ധമുള്ള സാധനങ്ങളെ കൊടുക്കുവാനോ അടുത്ത ആൾക്ക് നൽകുവാനോ അല്ലെങ്കിൽ തൊടാനും പോലുമോ സമ്മതിക്കാറില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചിന്ത, ആത്മഹത്യ പ്രവണത കൂടുതലായി വരുമ്പോൾ എനിക്കിത് ആവശ്യമില്ല എന്ന് കരുതി എല്ലാ സാധനങ്ങളും, ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങൾ എന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും ദാനം ചെയ്യുവാൻ ഒരുക്കമായിരിക്കും. വേറൊരു ലക്ഷണമെന്ന് പറയുന്നത് മരണത്തെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കും. ഞാൻ ചത്തുകളയും, ഞാൻ ജീവിക്കില്ല. എന്നാൽ മനുഷ്യരുടെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു തെറ്റായ ധാരണ എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നവർ മരിക്കാൻ സാധ്യതയില്ല എന്നാണ്. എന്നാൽ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ. അവർ ഒരു രക്ഷയ്ക്ക് വേണ്ടി ഒരു SOS സന്ദേശം പോലെ അവർ അയക്കുകയാണ്. അവർ പറയുകയാണ്, എന്നെ ആരെങ്കിലും സഹായിക്കൂ, വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ എന്നെ സഹായിക്കൂ എന്ന് ഇങ്ങനെയുള്ള പറയുകയാണ്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, മരിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിലൂടെ അവർ അങ്ങനെയുള്ളൊരു വികാരമാണ്, ചിന്തയാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള പ്രേരണ കൂടുതലായി വരുമ്പോൾ, ആത്മഹത്യ പ്രവണത കൂടുതലായി വരുമ്പോൾ മാരകമായ വസ്തുക്കൾ, ശരീരത്തിന് ഹാനി ഉണ്ടാക്കുന്ന വിഷമോ അല്ലെങ്കിൽ മുറിപ്പെടുത്തുന്നതോ ആയിട്ടുള്ള ഒരുപാട് മാരക വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഒന്ന് പറയുന്നത്, സ്ത്രീകളാണെങ്കിൽ കുറച്ചുകൂടെ മാരക അനുഭവങ്ങൾ കുറഞ്ഞ വസ്തുക്കളാണ് സൂക്ഷിക്കുന്നത്. പുരുഷന്മാരാണ് മാരകമായിട്ടുള്ള ആത്മഹത്യ പ്രവണത കാണിക്കുന്ന വസ്തുക്കൾ കൂടുതലായി സൂക്ഷിക്കുന്നത് എന്നാണ്. വേറൊരു രീതി എന്ന് പറയുന്നത്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ മൂഡ് മാറുന്നത്, മൂഡ് സ്വിങ്ങിങ് എന്ന് പറയും. അതിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും, ഒരു ഊഞ്ഞാലാടുന്നത് പോലെ മുന്നിലേക്കും പിറകിലേക്കും അവരുടെ സ്വഭാവങ്ങൾ വളരെ പെട്ടെന്ന്, സാധാരണ മനുഷ്യർക്ക് മൂഡ് ചേഞ്ച് ആകാറുണ്ട്, ഇത് വളരെ പെട്ടെന്ന്, വളരെ വേഗം കോപത്തിലേക്ക്, വളരെ വേഗം ഡിപ്രഷനിലേക്ക്, വളരെ വേഗം വിഷാദത്തിലേക്ക്, അങ്ങനെ വളരെ വേഗം തന്നെ മൂഡ് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും കാണാനായിട്ട് നമുക്ക് കഴിയും. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, റിസ്ക് ഒരുപാട് എടുക്കാൻ സാധ്യതയുണ്ട്. സാധാരണ മനുഷ്യർ റിസ്ക് എടുക്കാറുണ്ട്, പലപ്പോഴൊക്കെ റിസ്ക് എടുക്കാറുണ്ട്, ചിലർ റിസ്ക് എടുക്കാറേ ഇല്ല. എന്നാൽ ഈ പ്രവണത കൂടുതലായി വരുമ്പോൾ റിസ്ക് എടുക്കുന്നതിൻ്റെ അളവ്
ക്വാണ്ടിറ്റി ഒരുപാട് വർദ്ധിക്കും. ഒരുപാട് നമ്മൾ തന്നെ പ്രതീക്ഷിക്കും ഇയാൾ എന്തിനാണ് ഇങ്ങനെ ഇത്രയും മാരകമായ റിസ്ക് ഏറ്റെടുക്കുന്നത് എന്ന്. അപ്പോൾ അതൊരു പ്രവണതയുടെ ബഹിർസ്ഫുരണമാണ്, അല്ലെങ്കിൽ വെളിയിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഈ ലക്ഷണം തുടർച്ചയായി കാണിച്ചാൽ അവർ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതൊരു തുടക്കമായിരിക്കാം. ഇങ്ങനെയുള്ള സാധ്യതകൾ കണ്ടാൽ നമ്മൾ അവരോട് സംസാരിക്കുക, പ്രിയപ്പെട്ടവരോട് സംസാരിക്കുക, അധികാരികളോട് സംസാരിക്കുക. അതൊരു നല്ല കാര്യമായിരിക്കും. നമ്മുടെ ചുറ്റുപാട് ഇങ്ങനെ ഒരുപാട് പേരുണ്ട്, നമ്മുടെ വാക്കുകൾക്കായി ചെവിയോർക്കുന്ന, കാതോർക്കുന്ന ഒരുപാട് ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണം കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല, പക്ഷേ ശ്രദ്ധിക്കുക. ഇത് ആത്മഹത്യയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ചില ലക്ഷണങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.